ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഷോർട്ടായിട്ടുള്ള കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റിൽ ഇതേപോലെ ബ്ലൂ കളറ് ഫ്ലവറും അതേപോലെ തന്നെ ചെറിയൊരു ലീവ്സൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തുണി ഇതേപോലെ ഒന്ന് നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് 30 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീത്ത വശമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ആയിട്ട് വേണ്ടത് നമുക്ക് 6.5 ഇഞ്ചാണ്. അത് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് 7 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഇതേപോലെ 12 ഇഞ്ചൊന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ഈ ഒരു കാണുന്ന രീതിയിൽ എൽ ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇത് വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ നമുക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ആം ഹോൾ വരച്ചതിൻ്റെ സെൻറ്റർ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 7 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് വരെ നമുക്ക് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ചിൽ ഈ കാണുന്ന രീതിയിൽ ടേപ്പ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം വരച്ച ആ ഒരു 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ചില്ല ആ ഒരു 3.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണാത്തത് കൊണ്ട് വേറൊരു ചോക്ക് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ അവിടെ എത്ര വിടുത്ത് വരണം നോക്കാം. 8 ഇഞ്ചാണ്. അതിന് കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 10 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 13 ഇഞ്ചാണ്. ഇനി നമുക്ക് സ്ലിറ്റ് എവിടെ വരുന്നത് നോക്കാം. അപ്പോൾ സ്ലിറ്റിനായിട്ട് ഞാൻ എടുത്തുള്ളത് 19 ഇഞ്ചാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുത്തെ വിട്ടായിട്ട് വരുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 12 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി അടിവശത്തായാലും നമുക്ക് അതേ 12 ഇഞ്ചിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ വരച്ച ആ ഒരു 12 ഇഞ്ചും അടിയിൽ വരച്ച 12 ഇഞ്ചും ഇതേപോലെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ മാർക്ക് ചെയ്ത ഈ ഡോട്ടിലൂടെ കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് എവിടെയാണ് സ്ലിറ്റ് വരേണ്ടതെന്ന് നമുക്ക് രണ്ടിൻ്റെ അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നിന്ന് ഞാൻ ഫ്രണ്ട് പോർഷന് മാത്രം എടുത്തിട്ട് ബാക്ക് പോർഷൻ ഞാൻ മാറ്റി വെച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കൈക്കുഴിയും കൂടി ഒന്ന് വെട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ ആദ്യം മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ രീതിയിൽ ഒരു ബോക്സ് ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് നെക്ക് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 7 ഇഞ്ച് ഇറക്കം 3.5 ഇഞ്ച് വീതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ തന്നെ നമുക്കൊരു ബോക്സ് ഷേപ്പിലാക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു വി ഷേപ്പാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി നമ്മളൊരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നെക്കൊക്കെ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് തുണി ഇതേപോലെ ഒന്ന് നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അടിവശം നമുക്ക് ഇതേപോലെ ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. വീതിയായിട്ട് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സെൻറ്ററിന് ഇതേപോലെ കുഴിച്ചിട്ട് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കുഴിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. അടിവശത്ത് ഞാൻ അങ്ങനെ അളവ് എടുക്കണമെന്നില്ല കേട്ടോ. ശരിക്കും എൻ്റെ 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുക. പക്ഷേ ഇപ്പോൾ ഞാൻ അടിയിൽ അളവ് എടുക്കണില്ല. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അടിയിൽ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും വീതിയിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ചാണ്. അത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് നമുക്ക് അടിയിൽ മടക്കി തയ്ക്കാനും മേലെ 1/2 ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് കേട്ടോ 13 ഇഞ്ച് ടോട്ടലായി എടുത്തിട്ടുള്ളത്.
അങ്ങനെ ദേ നമ്മുടെ സ്ലീവ്സ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പീസൊക്കെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ലൈനിങ് ഒന്നും വെക്കണില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെറിയ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റാക്കി കളയണ്ട. ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ചെറിയ 2 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പീസ് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടിൻ്റെയും നല്ല വശം ഇതേപോലെ ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസൊക്കെ നമുക്കൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് നോച്ചസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു തുണി ഇതിൻ്റെ ചീത്ത വശത്തേക്കായിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നെക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ 1/2 ഇഞ്ചിൽ ഗ്യാപ്പിൽ ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ ചുറ്റുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളിലുള്ള തുണിയൊന്നും നമുക്ക് പുറത്തേക്കായിട്ട് കാണുകയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് ആക്കിയിട്ട് തുണി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു വി നെക്കിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് പോലെ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് തുണി എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ പോലെ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഒന്ന് നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു രീതിയിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഈ ഒരു തുണി ഫുള്ളായിട്ട് ചെയ്യുന്ന വരെ നമുക്ക് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാവട്ടെ ഈ ഒരു പീസ് കിട്ടും. ഇനി ഈ ഒരു പീസ് നമുക്കിത് ഈ ഒരു വി വരുന്ന ഭാഗത്തായിട്ടുണ്ടല്ലോ, അടിവശത്തായിട്ട് ഇതേപോലെ കറക്റ്റ് ലെവലിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ അരികിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ അതിൻ്റെ അടുത്ത് കൂടെ ഏറ്റവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് രണ്ടിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സിൽ നേരത്തെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് തന്നെ നമുക്കൊന്ന് വെട്ടിയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതേ ഫ്രണ്ട് ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു നോച്ചസും കൂടി ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഇതുപോലെ പ്ലീറ്റ്സ് ആണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ചെറിയ പ്ലീറ്റ്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിലൊരു പ്ലീറ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്ലീറ്റ്സൊക്കെ ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഇതേപോലെ കഴിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ സ്ലീവ്സ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്ലീറ്റ്സ് വേണം, അതല്ല കുറച്ച് പ്ലീറ്റ്സ് കുറവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിയുടെ എടുക്കുന്നതിന് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഇതേപോലത്തെ ഒരു ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് ഒന്ന് ഈ ഒരു സൈഡിലായിട്ടൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്ലോത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൻ്റെ നല്ല വശം ഈ ഒരു സ്ലീവ്സിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചെടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഇതും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ്സും ഇതേപോലെ തന്നെ ഷോൾഡറായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവ്സ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ 2 ഇഞ്ച് ഗ്യാപ്പിലാണല്ലോ നമ്മൾ വരച്ചിട്ടുള്ളത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നിങ്ങൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെ വരെയാണോ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത് ആ ഒരു ഭാഗം വരെ മാത്രം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ 2 സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മടക്കി കൊടുത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ.
ഇനി നമുക്ക് സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അതിൻ്റെ ഒരു അര ഇഞ്ച് മേലേക്കായിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ഇതേപോലെ നല്ല രീതിയിൽ ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തിട്ട് നമ്മുടെ സ്ലിറ്റ് വരുന്നതിൻ്റെ മേലെ ഒരു അര ഇഞ്ച് ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഫൂട്ടറൊക്കെ ഒന്ന് പൊന്തിച്ച് കറക്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടിക്കും ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അടിവശം എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഒരു ഭാഗം കാണാനായിട്ട് നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ സ്ലിറ്റ് കിട്ടാനായിട്ടായാലും ഈ ഒരു രീതി വളരെ നല്ലതായിരിക്കും. ഇനി സ്ലിറ്റൊക്കെ അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശം അരയിഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കിയിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടതിന് ശേഷമുള്ളതാണ് ഈ റിസൾട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ സ്ലിറ്റഡ് ആയിട്ടാണ്. സ്ലീവ്സ് ഇതേപോലെ പഫ് സ്ലീവ്സ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്ക് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴത്തായിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക.